ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അതും ഒരു സ്ട്രൈറ്റനിങ് ബ്രഷിൻ്റെ റിവ്യൂ ആയിട്ട്. അതായത് ഈ ഒരു ബ്രാൻഡിൻ്റെ, അതായത് ബ്രോൺസൺ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ സ്ട്രൈറ്റനിങ് ബ്രഷ് ആയിട്ടുള്ള ഇത് ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതിൻ്റെ നൈക്കയിൽ നിന്ന് വാങ്ങിച്ച ബ്രഷാണിത്. ഏകദേശം 600 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൽ പക്ഷെ ഓൾവേസ് അതിൽ 2000-3000 എന്നൊക്കെയാണ് ഇടാറ്. പക്ഷെ എപ്പോഴും ഓഫറിലാണ് നമുക്ക് കിട്ടുക. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു മാനുവലും കൂടി ഉണ്ട്, ഒരു ഇൻസ്ട്രക്ഷൻസ് പോലെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണ ഒരു ചെറിയ രീതിയിൽ ഇതുണ്ട്. എൻ്റെ മുടിയുടെ അത്യാവശ്യം കേളി ഹെയർ ആണ്. അപ്പോൾ ഈ മുടിയിൽ എനിക്ക് വർക്കിംഗ് ആണോ, ഇത് വാങ്ങിയിട്ട് എനിക്ക് യൂസ് ആയോ എന്നൊക്കെ നമുക്ക് ഡെമോ നോക്കാം. ഇനിയിപ്പോൾ അത് എൻ്റെ മുടിയിൽ ഇത് വർക്കിംഗ് ആണോ എന്താന്നൊക്കെ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റനിങ് ബ്രഷ് യൂസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മുടെ മുടി നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. നന്നായിട്ട് ചെയ്യുക, നന്നായിട്ടൊരു ചീർപ്പെടുത്തിട്ട് ചെയ്യുക. അതിനുശേഷം മാത്രമാണ് നമുക്ക് സ്ട്രെയിറ്റനിങ് ബ്രഷ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു 5 മിനിറ്റ് ഞാനിത് ഹീറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തതിൻ്റെ റിസൾട്ട് ഇതാണ്. ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ആവണില്ല, ഒരുവിധം നമ്മൾ കുറച്ച് നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റനിങ് ഉണ്ടല്ലോ, അതാണ് ചെയ്യുന്നത്. ഈ വശത്തും കൂടി ഞാൻ ചെയ്തിട്ട് ഇനി വരാം. ഇതാണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട്. നല്ല ഷൈനിങ് വന്നിട്ടുണ്ട് മുടിക്ക്. നല്ല പക്ക സ്ട്രൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനത്തെ സ്ട്രൈറ്റനിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രൈറ്റനിങ് നിങ്ങൾക്ക് വാങ്ങിച്ചു നോക്കാം. എന്തായാലും 600 രൂപ കൊടുത്തതിൽ നഷ്ടമില്ല. കാരണം നല്ലൊരു ഡീസൻറ്റ്, നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു സ്ട്രൈറ്റനിങ് ബ്രഷ് തന്നെയാണ്. അത് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കോളേജിൽ പോകണവർ, ഓഫീസിൽ പോകണവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ സ്ട്രൈറ്റനിങ് ബ്രഷ് വളരെ നല്ല ബ്രഷാണ്.